പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ വിജയനെ പോലെ ഒരാള് മുഖ്യമന്ത്രി ആയത് തമിഴ്നാടിന്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ വീഡിയോ ചെയ്യാണ് ഗവൺമെന്റ് തമിഴ്നാട് ഹോസ്പിറ്റലിൽ നിന്നിട്ട്, എന്താണ് ഞങ്ങളുടെ ഇവിടെ ഒരു സൗകര്യവും ഇല്ല, പ്രസവ വാർഡില് അടിസ്ഥാനപരമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, ഇവർ കൈക്കൂലി ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത്. ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. കണ്ടതും തന്നെ വിജയ് ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തിയിട്ട് വേണ്ട സൗകര്യങ്ങൾ വേണ്ട തട്ടപ്പട്ടകളൊക്കെ നിമിഷ നേരം കൊണ്ട് എത്തിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചെയ്യണം. എല്ലാവരും അയാൾക്ക് എത്തിപ്പെടാൻ കഴിയും തോന്നിയില്ല, എങ്കിലും അയാൾ വിവാദമായ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി എങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് സത്യം പറഞ്ഞ പൊളിച്ച് ഈ സ്റ്റാലിൻ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ പുള്ളി നല്ല വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാള് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ശരിക്കും ഇറങ്ങി. എംജിആറെക്കാളും ഇയാൾ ഒരുപാട് പേര് തമിഴ്നാട് എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എംജിആറുടെ റെക്കോർഡ് തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ വിജയനെ പോലെ ഒരാളൊക്കെ പ്രധാനമന്ത്രി ആകണമെന്നുണ്ടല്ലോ, അത് ഇന്ത്യയുടെ ഒരു ഭാഗ്യം തന്നെ ഞാൻ കറക്റ്റ് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്ര മാത്രമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി, സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി അയാൾ കൃത്യമായിട്ട് അയാളുടെ ഭരണം അയാൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ പാവങ്ങളെ കാണുമ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ വരുമ്പോൾ മറച്ചു വെക്കുകയാണ്. നമുക്ക് നാണക്കേടല്ലോ, അത് കാണരുത്, മനസ്സിലായോ? പകരം അവർക്ക് വീട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്കറിയാം, റോഡ് സൈഡിൽ ഒരുപാട് ആൾക്കാർ വഴിയോരങ്ങളിൽ കിടക്കുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്, ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ ഫാമിലി ആയിട്ട് കുടുംബമായി താമസിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കാണുകയാണ്. ഒരുപാട് വിദേശത്തിലുള്ള ആൾക്കാർ ഇത്തെ പട്ടിണിക്കാരുടെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞ അലക്കുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇതൊന്നും കാണുന്നില്ല. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാവരും പറയുന്നില്ല. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് ജനങ്ങൾ റോട്ടിൽ കിടക്കുന്നുണ്ട്, അത് കാണാതെ പോകുന്നുണ്ട്. പകരം ഇവിടെ എന്താണ്, മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മാത്രം നടക്കുന്നത്. ആര് വീഡിയോ ചെയ്താലും ഇതിനെക്കുറിച്ച് മാത്രമേ ചർച്ചയുള്ളൂ, അല്ലാതെ അഴിമതിയെക്കുറിച്ച് ചർച്ചയില്ല. റോഡ് വികസനം വന്നതിൽ ഒരുപാട് റോഡ് പൊട്ടിപ്പൊടിഞ്ഞു പോയി, അതിനെക്കുറിച്ചിട്ട് സംസാരമില്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, കൊള്ളയടിച്ചതിനെ കുറിച്ചിട്ട് ഒരു സംസാരവുമില്ല. പകരം ഹിന്ദു മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ആലോചിച്ച് നോക്ക്. പക്ഷെ ഇപ്പോഴത്തെ വിജയ് മനുഷ്യരെ നോക്കുകയാണ്, മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, പാർട്ടിയില്ല. അയാൾ ഒരു വീട് ഞാൻ കണ്ടു, എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അയാളുടെ നിയമസഭയിൽ എണിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാരായ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് തീർച്ചയായും സ്വീകരിക്കും, ഞങ്ങളത് ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, ജയലളിതയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, 5 രൂപയ്ക്ക് ഭക്ഷണം, ഇഡലി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അത് നിർത്തലാക്കി. പാർട്ടി നോക്കിക്കൊണ്ട് അവരുടെ പദ്ധതി നമ്മൾ കൊണ്ടുപോകരുത് പറഞ്ഞിട്ട്. പക്ഷെ അത് വിജയ് വീണ്ടും കയ്യിലെടുത്തുകൊണ്ട് നടത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല വിജയ്ക്ക്. വിജയ് സംബന്ധിച്ചോളം ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണമെന്നാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ വേണം ഒരു ഭരണാധികാരികൾ. അത് മാത്രമല്ല, എൻ്റെ പേഴ്സണാലിറ്റി കേട്ടാ, നമ്മുടെ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഇതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ പ്രധാനമന്ത്രിയായിട്ട് വിദേശത്തേക്ക് പോകുകയാണെങ്കിലോ, ഇത്രയും സ്മാർട്ടായിട്ടുള്ള, ഇത്രയും നല്ല ചെറുപ്പക്കാരായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് പ്രിയ സുഹൃത്തുക്കളെ. അതാണ് പേഴ്സണാലിറ്റി. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സർക്കാർ ഓഫീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ പറയാണ്, ഇതാണ് അവസ്ഥ, ദയവ് ചെയ്തിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി നിങ്ങളൊന്ന് കാണണം, ഇവിടെ വരണം പറഞ്ഞാൽ വരുമോ? ഒരു തമിഴ് പെണ്ണ് പറയുകയാണ്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഒന്ന് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ നോക്ക്, വളരെ സിമ്പിളായിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഇതല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്ന അധികാരികളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതല്ലേ സത്യം പറഞ്ഞാൽ. അല്ലാതെ അധികാരം വെച്ചുകൊണ്ട് ജനങ്ങളെ ഓരത്താക്കിക്കൊണ്ട് വളരെ മോശമായിട്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഒരു രാജാവിനെ പോലെ കൽപ്പിക്കുന്ന രീതിയിലൊക്കെ നടക്കുക, അല്ലെങ്കിൽ ഒരാളെ ലോക്ക് ചെയ്യുക, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിൻ്റെങ്കിലും പേരിൽ അയാളെ എന്താ പറയുക, അയാളുടെ ശബ്ദത്തിന് ഇല്ലായ്മ ചെയ്യുക. ഇതാണ് ഒരു ഭരണാധികാരികൾ ചെയ്യുക. വിജയ് പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. പക്ഷെ അത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ആകരുത്. നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. അത് സത്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് നടപടി എടുക്കുന്നതാണ് വിജയ് പറയുന്നത്. അതാണ് വിജയ്. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതും പറയുന്നുണ്ടല്ലോ, ഓരോ ആൾക്കാരെ കുറിച്ച്, ഇപ്പോൾ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയെ കുറിച്ച് പറയേണ്ടവരൊന്നും, അതൊന്നും പറയുന്ന പ്രശ്നമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അത് ദോഷമായി മാറരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നടപടി ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ ഏതൊരു വ്യക്തിക്കും എന്തും ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യം വന്നു കഴിഞ്ഞാൽ നടപടി എടുക്കുന്നതാണ് വിജയ് പറയുന്നത്. അതാവണം ഭരണാധികാരികൾ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, വിജയനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക.